നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാനുള്ള ടീമാണ് ഇന്റർ മയാമി. പുതിയ സീസണിലെ ആദ്യ പ്രീ സീസൺ മത്സരത്തിൽ അവർ ക്ലബ്ബ് അമേരിക്കയ്ക്കെതിരെ സമനിലയിൽ പിരിഞ്ഞു. പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയിച്ച് കയറി കപ്പും കൊണ്ടുപോയി. പക്ഷേ ഈ കളി കാണുമ്പോൾ ആരാധകർക്ക് മനസ്സിലുള്ളൊരു ചോദ്യം, ഈ ടീം മതിയോ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ? അവിടെ നിന്ന് പണി കിട്ടി പോരില്ലേ? മെസ്സിയും സുവാരസും ഒക്കെ ഉണ്ട്, ബുസ്കറ്റ്സ് ഉണ്ട്, ജോഡി ആൽബയുണ്ട്, ഒക്കെ ശരി. ഈ ടീമിൻ്റെ ഡിഫൻസ് എന്താണ്? ഈ ടീമിൻ്റെ ഗോൾ കീപ്പിംഗ് എന്താണ്? ആരാധകർക്ക് ആശങ്ക. നമ്മൾ ഈ കളി ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഇതൊരു അൺകൺവിൻസിങ് ആയിട്ടുള്ള വിജയമാണ്. പെനാൽറ്റി കിക്കിലൂടെ അല്ലെങ്കിൽ ഷൂട്ടൗട്ടിലൂടെ വിജയം പിടിച്ചു, കിരീടം ചൂടി എന്നൊക്കെ പറയാം. പക്ഷേ ക്ലബ്ബ് അമേരിക്ക വളരെ ശക്തമായിട്ടുള്ള ടീമാണ് എന്നതും മറക്കേണ്ടതില്ല. അപ്പോൾ പുതിയ കോച്ചിൻ്റെ കീഴിലെ ആദ്യ കളിയല്ലേ, പുതിയ സീസണിന് മുന്നോടിയായിട്ടുള്ള പ്രീ സീസൺ മത്സരമല്ലേ, ആ അർത്ഥത്തിൽ അതിനെ കാണേണ്ടതുള്ളൂ. ഇതിൽ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഈ കളിയിൽ എന്ന് പറയുമ്പോഴും ഒരുപാട് മേഖലയിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അടുത്ത മത്സരത്തിൽ ഒരു പക്ഷേ പുതിയ സൈനികങ്ങളെല്ലാം കളിക്കളത്തിലേക്കൊക്കെ വരുമ്പോൾ മികച്ച പ്രകടനം അവർ നടത്തും എന്നൊരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയേ വഴിയുള്ളൂ. കളിയെ നമ്മൾ കൃത്യമായിട്ടെടുത്ത് സംസാരിക്കുകയാണെങ്കിൽ എവിടെയൊക്കെയാണ് മാറേണ്ടത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഡിഫൻസ് സ്റ്റിൽ ഒരു കൺസേൺ ആണ്. ക്ലബ്ബ് വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും അത് പരിഹരിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഡിഫൻസ് സ്റ്റിൽ എ കൺസേൺ. റെഡൻഡോയുടെ കാര്യത്തിൽ അദ്ദേഹം ബിറ്റ് ഓവർ റേറ്റഡ് ആണ്. കളി കാണുമ്പോൾ ഓരോ താരങ്ങളെക്കുറിച്ചും പറയുകയാണെങ്കിൽ വിഗൻഡ് ഒരിക്കലും ഒരു സ്റ്റാർട്ടറായി ഉപയോഗപ്പെടുത്തേണ്ട കളിക്കാരനല്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഫഫ മിന്നും പ്രകടനം തന്നെ നടത്തുന്നു. അദ്ദേഹം നല്ല രൂപത്തിൽ കളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വേഗതയും മറ്റുമൊക്കെ പാർശ്വഭാഗങ്ങളിൽ ഇന്റർ മയാമിക്ക് അത്യാവശ്യവുമാണ്. അത് പോസിറ്റീവാണ്. മെസ്സി പിന്നെ പറയണ്ടല്ലോ, മെസ്സി എന്നും മെസ്സി തന്നെ. മെസ്സിയുടെ വക ഗോളും കണ്ടു. 21ാമത്തെ സീസണിലാണ് അദ്ദേഹം 21ാമത്തെ വർഷമാണ് അദ്ദേഹം തുടർച്ചയായി ഗോൾ അടിച്ചിരിക്കുന്നത്. സോ മെസ്സി തീയായിരുന്നു, അത് തന്നെ പറയണം. ബുസ്കറ്റ്സും അങ്ങനെ തന്നെ. സോ പോസിറ്റീവ് എന്ന് പറയാൻ അതാണ്. ഫഫയും മെസ്സിയും ബുസ്കറ്റ്സും ഒക്കെ മികച്ച പ്രകടനമാണ്. സുവാരസിൻ്റെ കാര്യമോ, സുവാരസിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് മെസ്സിയുടെ ഗോൾ. പക്ഷേ 90 മിനിറ്റ് കളിക്കാനുള്ള ഒരു താരമല്ല സുവാരസ് ഇപ്പോൾ എന്നത് മനസ്സിലാക്കുക. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ടൈലറുടെ കാര്യത്തിൽ 4-4-2 സെറ്റപ്പിൽ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ചയും കണ്ടു. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളും കുറച്ച് പോസിറ്റീവുകളുമാണ് ഈ മത്സരത്തിൽ നിന്ന് പറയാനുണ്ടാവുക. മെസ്സി ഉണ്ടാകുമ്പോൾ എല്ലാം ഭംഗിയാവും എന്നൊരു പ്രതീക്ഷ മയാമിക്കുണ്ടെങ്കിൽ അത് മാത്രം മതിയാവില്ല ക്ലബ്ബ് വേൾഡ് കപ്പിലൊക്കെ എന്നതും കൂടി ഓർക്കുക. എന്തായാലും മെസ്സി വലിയ രൂപത്തിൽ ആരാധകരെ ആകർഷിക്കുകയാണ്. ലാസ് വേഗാസിൽ ഇന്നത്തെ കളിക്ക് 42,525 ആരാധകർ അറ്റൻഡ് ചെയ്തു എന്നാണ് കണക്ക്. സോ വലിയ രൂപത്തിൽ അമേരിക്കയിൽ ഒരു ഓളം ഉണ്ടാക്കുന്നു ലിയോ മെസ്സി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.